ഹലോ, നമ്മളിന്ന് നല്ല അടിപൊളി മത്തിയായിട്ട് കറി വെക്കാൻ പോകണം. അപ്പോൾ ഇതാ തേങ്ങ അരച്ചിട്ട് പാർന്നിട്ടുണ്ട് ചട്ടിയിലോട്ട്. പിന്നെ അതിലോട്ട് നമ്മൾ തക്കാളിയും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുടംപുളിയാണ് കേട്ടോ. പച്ചക്കുടംപുളിയാണ് നമ്മൾ ഇടുന്നത്. ഉണക്കി വെച്ചതല്ല, പച്ചയാണ് ഇടുന്നത്. അപ്പോൾ ഇത് നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ച നമ്മൾ തേങ്ങ അരക്കുമ്പോഴേ ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അരക്കണിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വിറകിടപ്പിൽ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മസാലകളൊക്കെ നന്നായി വേവട്ടെ. അപ്പോൾ ഒന്ന് നോക്കിയതാ നമ്മുടെ മസാലകളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴുകി വെച്ച മീനാണിത്. പിന്നെ കറിവേപ്പിൻ്റെലും കൂടിയാണ് ഞാൻ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കാരണം ഈ ഇല വേവുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയാണല്ലോ. ഇത് ആ കറിയിൽ കിടന്നങ്ങണ്ട് ഉഷാറാവും. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ മത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. ക്യാമറമ്മയ്ക്ക് അതിൻ്റെ ആവി വരുന്നുണ്ട്, അതാ ക്ലിയർ ചെയ്യാത്ത കേട്ടോ. ഇങ്ങനെ നമ്മളെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, നമുക്കിനി ഇത് താളിച്ച് വയ്ക്കാം. താളിക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി, വലിയ ജീരകം, ഉലുവ കേട്ടോ. താളിച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ ചട്ടി ഇവിടെ നന്നായി ചൂടായി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതാ എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കട്ടെ ഇനി. അപ്പോൾ ഇതാ നമ്മളിതാ താളിച്ച് ഒഴിച്ചെടുക്കുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്നറിയാം, ഇത് ഇന്നത്തിനേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസത്തെ കേട്ടോ. നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കിയാൽ അത് നാളേക്കൊക്കെയാണ് ടേസ്റ്റ് ഒന്നും കൂടി കൂടുക. പ്രത്യേകിച്ച് നമ്മൾ ദോശ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ കേട്ടോ. കാണാതെ ഒരു ഭംഗിയില്ലേ. ഇത് ആവി എടുത്തിട്ട് കേട്ടോ നിങ്ങൾ ക്ലിയറായി കാണാത്തത്. മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇവിടെ കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കറി വെക്കൽ നിന്ന് എന്നോടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്ക്. നോക്കി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.